കൊച്ചിന്റെ കഴുത്തിനെ ട്യൂഷന് പോകാനായി ബസ് കാത്തു നിന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച് അന്യസംസ്ഥാന തൊഴിലാളി. ആക്രമണം ചെറുത്തു തോൽപ്പിച്ച് പെൺകുട്ടി നിലവിളിച്ച് കുതറിമാറിയതോടെ നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറി. പെൺകുട്ടിക്ക് കഴുത്തിന് പരിക്കേറ്റു. അവൻ കൊച്ചിന്റെ കഴുത്തിനൊക്കെ അതിന് കൊടുത്തുവിടരുത്. അവന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചോളാണ്. ഗ്രൂപ്പിനകത്തോട്ട് പൗരസമിതിയുടെ ഗ്രൂപ്പിനകത്തോട്ട് അവൻ ഇപ്പോഴാ വേലത്തരം കാണിക്കുന്നത്. ഇതുവരെ അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ കൊച്ചിന്റെ കഴുത്തിനെ കയറി അവന്റെ വണ്ടി അവിടെ ഇട്ടിട്ടാ വന്നത്. അത് വേലത്തരം ഒരു കുഴപ്പമില്ലായിരുന്നു. നാട്ടുകാരെ എല്ലാവരും കൂടെ കൂടിയിട്ടില്ലേ. പിന്നെ ആ കൊച്ചു എല്ലാവരും ആൾക്കാർ കൂടിയിട്ടില്ലെങ്കിൽ ഇവനെ കാലും കൈയും തല്ലി ഓടിച്ച് കളയണം. കാലും കൈയും തിരിച്ചു കൊടുക്കുന്നത് വെള്ളി താഴോട്ട് വന്നു. ആലപ്പുഴ മാവേലിക്കര തെക്കേക്കരയിലാണ് സംഭവം. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി 30 വയസ്സുള്ള മുകുൾ ഷെയ്ഖാണ് പ്രതി. ചൂരല്ലൂർ സ്വദേശിനിയായ കുട്ടി അനാഥശാലയ്ക്ക് സമീപത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയമാണ് ആക്രി ശേഖരിക്കാനെന്ന വ്യാജേന വഴിയിലൂടെ എത്തിയ പ്രതി മുകുൾ ഷെയ്ഖ് കുട്ടിയെ കടന്നുപിടിച്ചത്. ശക്തമായി പ്രതിരോധിച്ച് കുട്ടി പ്രതിയെ കീഴ്പ്പെടുത്തിയ ശേഷം നിലവിളിച്ച് ആളുകളെ കൂട്ടുകയായിരുന്നു. കുറത്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. 5 ദിവസങ്ങൾക്ക് മുൻപാണ് മുകുൾ ഷെയ്ഖ് ഉൾപ്പെടുന്ന 5-അംഗ സംഘം തെക്കേക്കര പഞ്ചായത്തിൽ നാമ്പുകുളങ്ങര കുരിശടിക്ക് സമീപമുള്ള വീട്ടിൽ താമസിക്കാനെത്തിയത്. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന 3 പേർക്കൊപ്പമാണ് 5-അംഗ സംഘവും താമസം ആരംഭിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് 5 പേരുമെന്നാണ് സൂചനകൾ. വഖഫ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ നടന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്ന് ഒരു രേഖകളുമില്ലാതെയാണ് പ്രതി കേരളത്തിലെത്തിയത്. ഇവരുടെ ആധാർ കാർഡോ മറ്റു വിവരങ്ങളോ ഇവരെ താമസിപ്പിച്ചിരുന്ന കെട്ടിട ഉടമ ശേഖരിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചിട്ടില്ല. സംഘർഷ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരുടെ വിവരം ശേഖരിക്കുന്നതിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും പരാജയപ്പെടുന്നുവെന്നാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മുൻപ് സമാനമായ സംഭവം കോഴിക്കോടും നടന്നിരുന്നു. മലയാളം ടെലിവിഷൻ, ആലപ്പുഴ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.